1956 ആരായിരുന്നു മുൻപിൽ? 1956 ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സൂചികയിൽ ആരായിരുന്നു മുന്നിൽ? കേരളമായിരുന്നു. 56% കേരളത്തിന്റെ അന്നത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. 1944-45 കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സൗജന്യമാക്കുകയും സാർവത്രികമാക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് തിരുക്കൊച്ചി. ഈ ലയനത്തോടു കൂടി അത് തിരുക്കൊച്ചിയിൽ പൂർണ്ണമായിട്ടാവുകയായിരുന്നു. ആണല്ലോ. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. 1933 സ്റ്റാദാം കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനം മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ പുരോഗതി അന്ന് മുതലുള്ള ഭരണ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ CPM-ന്റെ DYFIയുടെ മനുഷ്യച്ചങ്ങല തുടങ്ങിയ അതിന്റെ പ്രചരണം തുടങ്ങുന്ന സമയം മുതൽ ഇവർ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന ഒരു പ്രയോഗം എടുത്ത് പ്രയോഗിക്കുകയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ നമ്മുടെ പ്രിയ സുഹൃത്ത് DYFIയിൽ അദ്ദേഹവും എടുത്ത് പറയുന്നുണ്ട് സാമ്പത്തികമായി ഉപരോധിക്കുന്നു. ഈ സാമ്പത്തികമായി ഉപരോധിക്കുന്നു എന്ന് പറയുന്നതിന് ഇവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര പൂളിലേക്ക് ₹1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 57 പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്ന ഒരു കാരണം. അതിനെയാണ് ഇവർ സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് DYFI ഞാൻ പറയട്ടെ അഭിലാഷേ, കേന്ദ്ര പൂളിൽ നിന്ന് പൈസ വരുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് ആണ് ടെക്നിക്കലി എങ്കിലും അത് മനുഷ്യർക്കാണ് വരുന്നത്. ഓരോ സംസ്ഥാനത്തെയും എത്ര മനുഷ്യരുണ്ടോ ആ മനുഷ്യരിലേക്കാണ് എത്തുന്നത്. ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് കാശ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ജനങ്ങളിലേക്ക് അടിസ്ഥാനമായ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതെ നമുക്ക് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉയരാതെ നമുക്ക് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റുമോ? കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം 140 കോടി ജനങ്ങളിലേക്കാണ് വികസനം എത്തിക്കാൻ 100% ഞാൻ യോജിക്കുന്നു. അല്ലാതെ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് തിരിച്ച് ആ സംസ്ഥാനങ്ങളിലേക്കല്ല വികസനം എത്തിക്കേണ്ടി വരുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ മറുപടി പറഞ്ഞുതരാം. ഇവർ പറയുന്നത് കേരളത്തോടുള്ള വിവേചനം കാരണമാണ് ₹1 കൊടുക്കുമ്പോൾ 57 പൈസ കിട്ടുന്നതെന്നാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP ആണ്. ₹1 കൊടുക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് എത്രയാണ് തിരിച്ചു കിട്ടുന്നതെന്ന് അറിയാമോ? 8 പൈസയാണ് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു കിട്ടുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് 6 മാസങ്ങൾക്ക് മുമ്പ് വരെ BJP ഭരിച്ചിരുന്ന കർണാടകയാണ്. കർണാടകയ്ക്ക് ₹1 കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 15 പൈസയാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ഭരിക്കുന്ന ഹരിയാനയാണ്. ₹1 കൊടുക്കുമ്പോൾ 18 പൈസയാണ് ഹരിയാനയ്ക്ക് തിരിച്ചു കിട്ടുന്നത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സ്വന്തം ഗുജറാത്താണ്. 28 പൈസയാണ്. കേരളത്തിന് 57 പൈസ കിട്ടുന്നുണ്ട്. കേരളത്തിന് കിട്ടുന്നതിന്റെ 50% പോലും, പകുതി പോലും നരേന്ദ്രമോദിയുടെ സംസ്ഥാന. താങ്കൾ പറഞ്ഞ ഇത്രയും നേരം ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടോണ്ടിരുന്നതാണ്. എന്നെ പറയാൻ അനുവദിക്കുക. അപ്പോൾ ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സ്വന്തം ഗുജറാത്തിന് വെറും 28 പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നത്. ഇതെന്താ ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം സാമ്പത്തികമായി ഉപരോധിച്ചിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിനാണ് ഏറ്റവും അധികം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തരത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിരിക്കുന്നത്. 37,500 കോടി രൂപ. UPക്ക് കൊടുത്ത എത്രയാണെന്ന് അറിയാമോ? ₹0. ₹1 പോലും UPക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നുള്ള ഇനത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്തുകൊണ്ടാണത്? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാൻ അർഹമായ സംസ്ഥാനങ്ങൾ ഏതാണോ ആ സംസ്ഥാനങ്ങളിലേക്കാണ് പർട്ടിക്കുലർ എമൗണ്ട് കിട്ടുക. അല്ലാതെ ചുമ്മാ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ലല്ലോ. പിന്നെ റെയിൽവേ വികസനം. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്താണ് റെയിൽവേ വികസനം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അരുൺ ബാബു. 2007-2008 കാലഘട്ടത്തിൽ CPM-ന്റെ പിന്തുണയോടുകൂടി കേരളത്തിലെ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിന് ലഭിച്ചിരിക്കുന്ന തുക 283.97 കോടി രൂപയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇത്തവണ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം 440 കോടി രൂപ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം 440 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. എല്ലാ വർഷങ്ങളിലും 2007 മുതൽ 2014 വരെ എടുത്തു കഴിഞ്ഞാൽ 288, 373 ഈ തലത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2015-16 മാത്രം 1098, 2016-17 മാത്രം 1041, 2017-18 മാത്രം 1206. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പൊ ഈ പറയുന്ന പോലുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. 2,460 കോടി രൂപയാണ് ഗതിശക്തി പ്രോജക്ടിന് കേരളത്തിന് മാത്രമായിട്ട് തന്നിരിക്കുന്നത്. അമൃത് ഭാരത് പ്രോജക്ട് വഴി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കോടികളാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം 600 കോടി രൂപയാണ് 15 റെയിൽവേ സ്റ്റേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ നമുക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. അതെ, കേരളം മുഴുവൻ ഒന്ന് യാത്ര ചെയ്താൽ മതി. എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് അടുത്ത വർഷം തുടങ്ങുന്നു. തിരുവനന്തപുരം നോർത്ത് ഒന്നും തിരുവനന്തപുരം സൗത്ത് ഒന്നും ഉള്ള നിലയിൽ കൊച്ചുവേളിയെ നിയമത്തിനെ വികസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ലാൻഡ് ഒക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് കഴിയുന്നുണ്ടോ? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ.
കേരള സർക്കാർ കാശൊന്നും കൊടുക്കണ്ട, കാശ് റെയിൽവേ കൊടുത്തോളും, അത് ഇരട്ടി പൈസ കൊടുത്തിട്ട് ലാൻഡ് റെയിൽവേ മേടിച്ചോളും. പക്ഷെ ലാൻഡ് എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? 36 വലിയ കർവുകളും 45ഓളം കർവുകളുമാണ് മൊത്തത്തിൽ റെയിൽവേ നികത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രൈറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ലാൻഡ് അക്വയർ ചെയ്ത് കിട്ടണ്ടേ? ലാൻഡ് അക്വയർ ചെയ്യുന്നതിനുള്ള കാശ് റെയിൽവേ കൊടുക്കുമല്ലോ. ഇത് അക്വയർ ചെയ്താൽ മാത്രമേ കൂടുതൽ ട്രെയിനുകളെ പല സ്റ്റേഷനുകളിലേക്കും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കേരളത്തിന്റെ മാക്സിമത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ ചരിത്രത്തിൽ 1947 തുടങ്ങിയ 2014 വരെ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വികസനമാണ് ഇന്ന് നിലവിൽ കേരളത്തിൽ റെയിൽവേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിൽ റെയിൽവേ വികസനത്തിന് വേണ്ടി കിട്ടിയിരുന്നതെന്ന് കൂടി ഒന്ന് തട്ടിച്ചു നോക്കണം. 2014 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ റെയിൽവേക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത് 65,000 കോടി രൂപയുടെ ഹൈവേ പ്രോജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 22,000 കോടി രൂപ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി വന്നതിൽ 5,000 കോടി രൂപ കൊടുത്തതിന്റെ കരച്ചിലാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. 65,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. താങ്കൾ 65,000 കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ ഈ 5,000 കോടിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയും പ്രശ്നമില്ലേ? കേരളത്തിനല്ലേ ഇത്രയും അധികം തുക നൽകേണ്ടി വരുന്നത് ലാൻഡ് എടുപ്പുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഹരിയാനയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇത്രയും തുക നൽകേണ്ടി വരുന്നുണ്ടോ? ഹരിയാന 3,000-ലധികം കോടി രൂപ കൊടുക്കേണ്ടി വന്നു. 2,000-ലധികം കോടി രൂപ കൊടുക്കേണ്ടി വന്നു. കേരളം ഒരു സെമി അർബൻ ലെവലിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണ്. ഇവിടെ ലാൻഡിന് വില കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളത്തിന് കൊടുക്കേണ്ടി വന്നത്. അല്ലാതെ കേരളത്തിനോട് എന്തെങ്കിലും പ്രത്യേക വിരോധം വെച്ചിട്ടല്ലോ. ഈ തുക എന്ന് പറയുന്നത് ആർക്കാണ്? പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ അഭിലാഷിന്റെ ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് അഭിലാഷിന് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഭിലാഷിന് വിഷമമല്ലേ? ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ തുക എടുക്കുന്നത്. അല്ലാതെ ഈ തുക എടുത്ത് കേന്ദ്രത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ ലാൻഡിനുള്ള വില നമുക്ക് പ്രോപ്പറായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ലാൻഡ് അക്വിസിഷന്റെ 25% ബിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതും 1-2 പ്രോജക്റ്റുകൾക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ബിയർ ചെയ്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങൾ തന്നെ എടുക്കുമെന്നാണ്. അത് തത്വത്തിൽ ഇപ്പോൾ അംഗീകരിച്ചു എന്നാണ് നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ച് മുടിച്ച് ഒരവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ശരി, സംസ്ഥാന സർക്കാരിന്റെ കേസ് വിടും. ഇവര് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധമില്ലാതെ നടത്തുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. KSRTC എന്താണ് അവസ്ഥ? ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ കലാമണ്ഡലത്തിൽ എന്തോ ഗവർണറെ VC സ്ഥാനത്ത് നിന്ന്, അല്ല ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആരെ കൊണ്ടുവന്ന് ഇവിടെ വലിയ പോരാട്ടങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു. 3 മാസമായി കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുത്തിട്ട്. മലബാർ ദേവസ്വം ബോർഡിലെ C ഗ്രേഡ് D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയില്ല. ബിവറേജസ് ഇത്രയധികം കച്ചവടം ഇവിടെ നടക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ പോലും നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെടുകാര്യസ്ഥതയല്ലാതെ എന്താണ്? എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ കുറ്റം പറയുകയാണ്. ഇത് കൈകഴുകലും ഒളിച്ചോടലും മാത്രമാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.